സെക്കൻഡ് മോഡ്യൂളിൽ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആർമേച്ചർ റിയാക്ഷൻ ആണ്. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ ഏറ്റവും ഷോർട്ടായിട്ട് ചുരുക്കി എങ്ങനെ പറയാമെന്നുള്ളതാണ് ഈ നോട്ട്സിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ജനറേറ്റർ കറണ്ട് EMF എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പഠിച്ചത്. ഇനി നമ്മൾ ആ ഉണ്ടാക്കിയ EMF ഉണ്ടാക്കിയ ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ്, ലോഡുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഉണ്ടാക്കി നമുക്കത് വെറുതെ വെച്ചേക്കാനല്ലല്ലോ, അത് ഉപയോഗിക്കാനല്ലേ. അത് ഉപയോഗിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യും, കറണ്ട് എടുക്കും അല്ലേ. അപ്പോൾ ആർമേച്ചറിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ആർമേച്ചറിനകത്തൂടെ ഉണ്ടാകുന്ന ആ കറണ്ട് ഫ്ലോ കാരണം എന്ത് ചെയ്യും, ആ കറണ്ട് പോകുന്നതിൻ്റെ കൂടെ തന്നെ ആർമേച്ചറിനകത്ത് ഒരു ഫ്ലക്സ് ഉണ്ടാവും, ആർമേച്ചർ ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മെയിൻ ഫീൽഡ്, നമുക്ക് ഓൾറെഡി ഒരു ഫീൽഡ് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് അല്ലേ, മെയിൻ ഫീൽഡ്. ആ ഫീൽഡിന്, ആ മെയിനായിട്ടുള്ള ആ ഫീൽഡിനെ ഈ ആർമേച്ചറിലുള്ള കറണ്ട് കാരണം ഉണ്ടാകുന്ന ഫ്ലക്സ് എഫക്റ്റ് ചെയ്യും. അതിനെ മെയിനായിട്ട് രണ്ട് രീതിയിലാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡീമാഗ്നറ്റൈസേഷനും, രണ്ടെന്ന് പറയുന്നത് ക്രോസ് മാഗ്നറ്റൈസേഷനും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എങ്ങനെ എഴുതാം, ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ ദ മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഈസ് കോൾഡ് ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ ഫ്ലക്സ് മെയിൻ ഫീൽഡ് ഫ്ലക്സിൽ ഉണ്ടാക്കുന്ന ആ റിയാക്ഷനെയാണ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആർമേച്ചർ റിയാക്ഷൻ ഹാസ് മെയിൻലി ടു എഫക്ട്സ് ആണുള്ളത്, ഡീമാഗ്നറ്റൈസേഷനും ക്രോസ് മാഗ്നറ്റൈസേഷനും. ഡീമാഗ്നറ്റൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം മെയിൻ ഫീൽഡിൽ ഇപ്പോൾ അത്യാവശ്യത്തിന് ഫ്ലക്സ് ഉണ്ടാവും. ഈ ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഫ്ലക്സ്, ആ ഫ്ലക്സിൻ്റെ നെറ്റ് എഫക്റ്റിനെ അളവിനെ അങ്ങ് കുറയ്ക്കും, ഡീമാഗ്നറ്റൈസ് ചെയ്ത് കുറയ്ക്കും. ഓക്കെ, ഇനി ക്രോസ് മാഗ്നറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് ആ ഫ്ലക്സ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യും, ഒന്ന് വളച്ച് വിടും, അതിൻ്റെ ആ ഫ്ലക്സിനെ ഒന്ന് വക്രീകരിക്കും, അല്ലെങ്കിൽ അതിനെ വഴിതെറ്റിച്ച് വിടും, ഡിസ്റ്റോർട്ട് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ക്രോസ് മാഗ്നറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളതെങ്ങനെ എഴുതും, ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ കേസായിട്ട് എഴുതാം. ജനറേറ്റർ ലോഡ് ചെയ്യാത്ത അവസ്ഥയിൽ, അതായത് ആർമേച്ചറിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ഫ്ലക്സ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് മര്യാദയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കും. MNEയും GNEയും കോയിൻസൈഡ് ഒരേ ആക്സിസിൽ തന്നെയായിരിക്കും MNEയും GNEയും ഉണ്ടാവുക. ഓക്കെ, MNE എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ആണ്, GNE എന്ന് വെച്ചാൽ ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് ആണ്. GNE എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതിൻ്റെ സിമെട്രി, ഇതിനെ നമ്മൾ ഈക്വലായിട്ട് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും, ഏത് ആക്സിസിലായിരിക്കും അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ആ ആക്സിസാണ് ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്. MNA എന്ന് ഉദ്ദേശിക്കുന്നത് MNA എന്ന് പറയുന്ന ആക്സിസിൽ EMF ഒന്നും ഉണ്ടാകുന്നില്ല, ആ ആക്സിസിൽ വെച്ചിട്ടാണ് കറണ്ട് റിവേഴ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ആക്സിസിൽ എന്തുണ്ടാകുന്നില്ല, വോൾട്ടേജ്. അപ്പോൾ ഈ പറഞ്ഞ ഇവിടെ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചോ MNAയിൽ, അപ്പോൾ ആ കണ്ടക്ടേഴ്സിൽ EMF പ്രൊഡ്യൂസ് ചെയ്യില്ല, അതെന്ത് ചെയ്യുന്നില്ല, ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നില്ല ആ കണ്ടക്ടർ. മനസ്സിലായോ? അപ്പം MNAയും GNEയും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, MNAയും GNEയും സെയിം ആക്സിസിലായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എഴുതാം. വെൻ ദർ ഈസ് നോ കറണ്ട് ഫ്ലോ ത്രൂ ദി ആർമേച്ചറിലൂടെ കറണ്ട് ഫ്ലോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഫ്ലക്സ് ഈസ് സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മര്യാദയ്ക്ക് ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട്. GNEയും MNEയും ഒരേ ആക്സിസിലായിരിക്കും, GNA ആൻഡ് MNA ആർ ഇൻ ദ സെയിം ആക്സിസ്. ഓക്കെ, ഇനി എപ്പോഴാണോ ഈ ആർമേച്ചറിനകത്ത് ഈ റൗണ്ട് ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടക്ടേഴ്സാണ് കേട്ടോ, ആ കണ്ടക്ടേഴ്സിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ പറഞ്ഞ ഫ്ലക്സ്, ഈ നേരെ പോയിക്കൊണ്ടിരുന്ന ഫ്ലക്സിനെ അതെന്ത് ചെയ്യും, ഇതേപോലെ DVT വയ്ക്കും, മുകളിലോട്ട് കയറി പോകും കേട്ടോ, ഒരു സൈഡിൽ മുകളിലോട്ട് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ആർമേച്ചർ റിയാക്ഷൻ്റെ പടം വരയ്ക്കാനായിട്ട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പടം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് പടം വരച്ച് വെച്ചാൽ മതി, വലുതായിട്ടൊന്നും വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ റൗണ്ടിനകത്ത് നമ്മൾ ക്രോസും ഡോട്ടും ഇട്ട് കൊടുക്കുക. ക്രോസും ഡോട്ടും എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കറണ്ട് അങ്ങോട്ട് പോവുകയാണ്, ഇത് കറണ്ട് വെളിയിലോട്ട് വരികയാണ്, ഇങ്ങോട്ട് വരികയാണെന്നാണ് ക്രോസും ഡോട്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പടം ഇതാണ്. ഇനി സെക്കൻഡ് കേസ്, അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ അത്ര എഴുതി, ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ എഴുതി തുടങ്ങുക. വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദി ആർമേച്ചറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആർമേച്ചർ ഫ്ലക്സ് വിൽ ഡീമാഗ്നറ്റൈസസ് ദി മെയിൻ ഫീൽഡ് ഫ്ലക്സ്. ആർമേച്ചർ ഫ്ലക്സ് എന്ത് ചെയ്യും, ആർമേച്ചറിലുണ്ടാകുന്ന ഈ കറണ്ട് കാരണം ആർമേച്ചറിലുള്ള ഫ്ലക്സ് എന്ത് ചെയ്യും, ഈ മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ കുറയ്ക്കും, ഡീമാഗ്നറ്റൈസ് ചെയ്യും.
പിന്നെ ദെയർ ബൈ റെഡ്യൂസസ് ദ നെറ്റ് ഫീൽഡ് ഫ്ലക്സ്. അങ്ങനെ എന്ത് ചെയ്യും, ഇപ്പം നോർത്തിൽ നിന്ന് സൗത്തിലോട്ടൊരു 10 ഫ്ലക്സ് പോകുന്നുണ്ടായിരുന്നെങ്കിൽ ഡീമാഗ്നറ്റൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ 10 ഒന്നും കാണില്ല. നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞൊരു 5 അതിൽ നിന്ന് കുറയും. ഞാൻ 10 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണ് കേട്ടോ, 10 ഇല്ല, അങ്ങനെയല്ല. അപ്പം 10 ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക, കുറച്ച് കുറഞ്ഞ് 5 ആയി. അപ്പം നെറ്റ് എഫക്റ്റ് മൊത്തത്തിൽ ശരിക്കും അവിടെ വേണ്ടുന്നത് 10 ആയിരുന്നു. ഈ ഡീമാഗ്നറ്റൈസേഷൻ നടന്ന കാരണം നെറ്റ് എഫക്റ്റ് കുറഞ്ഞു, ഫ്ലക്സിൻ്റെ അളവ് കുറയുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ത് എഴുതാം? Flux is seen to be crowded at one end of the pole tip and weakened at another end of the pole tip. എന്ത് ചെയ്യുക, അപ്പം ഈ ഡീമാഗ്നറ്റൈസേഷൻ എന്ന് വെച്ചാൽ അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നത് ക്രോസ് മാഗ്നറ്റൈസേഷനാണ്. അതിലെന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫ്ലക്സിനെ, മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ ഒരു സൈഡിൽ, ഒരു പോളിൻ്റെ ഒരു എൻഡിൽ അത് ക്രൗഡ് ചെയ്യുന്നതായിട്ടും ഒരു എൻഡിൽ നിന്ന് ലീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരിടത്തായിട്ട് ഇത് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നേരെ പൊയ്ക്കൊണ്ടിരുന്നതാണ് ഈ പറഞ്ഞ ആർമേച്ചർ റിയാക്ഷൻ കാരണം ക്രൗഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരിടത്ത് കൂട്ടം ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പാടാണെങ്കിൽ എന്ത് എഴുതാം, ഡിസ്റ്റോർട്ട് ചെയ്യുന്നു എന്ന് എഴുതിയാൽ മതി. മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ അത് ഡിസ്റ്റോർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ, നമ്മുടെ ആ MN നേരത്തെ GNAയിൽ ഇരുന്നല്ലായിരുന്നോ, ആ MN അവിടെ നിന്ന് ഷിഫ്റ്റായി വേറൊരു ആക്സിസിലോട്ട് മാറും. അപ്പോൾ MN ഷിഫ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ എഴുതാം, ഡ്യൂ ടു ദിസ് MN ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഈ എഫക്റ്റിനെ പറയുന്ന പേരാണ് ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന 2 എഫക്ട്സ്, ഡീമാഗ്നറ്റൈസേഷനും ക്രോസ് മാഗ്നറ്റൈസേഷനും. ഡീമാഗ്നറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സിൻ്റെ അളവ് കുറയും. ക്രോസ് മാഗ്നറ്റൈസേഷൻ നടന്നു കഴിയുമ്പം ഇതുപോലെ ഫ്ലക്സ് ഡിസ്റ്റോർട്ട് ചെയ്ത് പോകും. ഓക്കെ, ഫ്ലക്സ് ഡിസ്റ്റോർട്ട് ചെയ്യും. അപ്പം MN എന്ന് പറയുന്നത് GNAന്ന് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഈ ക്രോസ് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും കാരണം നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. ടു ഓവർകം ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ആൻഡ് ഇൻ്റർപോൾസ് ആർ യൂസ്ഡ്. ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് വൈൻഡിങ് ആണ്. അതും ഇൻ്റർപോൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇനി ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അധികമായിട്ട് മെയിൻ ഫീൽഡ് വൈൻഡിങ്സിന്, ഇപ്പോൾ ഓൾറെഡി ഉള്ള ഫീൽഡ് വൈൻഡിങ്സിൽ അധികമായിട്ട് വൈൻഡിങ്സിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പം ഇത്രയും എഴുതി വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചർ റിയാക്ഷനായി. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് ആർമേച്ചർ റിയാക്ഷൻ്റെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് ആയിട്ടൊരു 3 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം ദാ ഈ പറഞ്ഞ എന്താണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിനും ഇൻ്റർപോൾസിനെ കുറിച്ച് സെപ്പറേറ്റ് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ എന്ത് എഴുതും? കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത്, അത് ആർമേച്ചറുമായിട്ട് സീരീസ് ആയിട്ടാണ് വൈൻഡ് ചെയ്തിരിക്കുക. ആൻഡ് കറണ്ട് ത്രൂ ദിസ് വൈൻഡിങ് വിൽ ഒപ്പോസ് ദി ആർമേച്ചർ ഫ്ലക്സ്. ആർമേച്ചർ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർപോൾസ് എന്ന് പറയുന്നത് ചെറിയ പോൾസാണ് ഫിക്സഡ് ടു ദി യോക്കിൽ. നമ്മൾ നേരത്തെ നോർത്ത് പോളും സൗത്ത് പോളും പറഞ്ഞില്ലോ, അത് കൂടാണ്ട് ഒരു ചെറിയ ഫ്ലക്സുകൾ ചെറിയ പോൾസുകൾ അധികമായിട്ട് വെക്കുന്ന ചെറിയ പോൾസുകളാണ്, സ്മോൾ പോൾസാണ് ഇൻ്റർപോൾസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഹെവി ഗേജ് ടേൺസ് ഉണ്ടാവും. അതും എന്ത് ചെയ്യുക, ആർമേച്ചറിന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുക. അതെന്ത് ചെയ്യും, പറഞ്ഞ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാനാണ് ഇൻ്റർപോൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പടമുണ്ട്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും ഇൻ്റർപോൾസും. ആ പടവും കൂടി വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ചെറിയ കുഞ്ഞു പോയിൻറ്റ്സാണ്, ഇത് പഠിച്ച് വെക്കുക. അത് കൂടാണ്ട് പടം വരയ്ക്കാൻ പറ്റുമെങ്കിൽ പടവും കൂടി വരച്ച് വെക്കുക. പടം ഞാൻ ഈ ഫിഗറിൽ ഇപ്പം കാണിച്ചിട്ടില്ല, ഞാൻ കാണിച്ചേക്കാം.